അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ ഉദ്ഘാടകൻ ഡോക്ടർ പി കെ അബ്ദുറഹ്മാൻ, നമ്മുടെ രക്ഷാധികാരി എൻ എം അബ്ദുറഹ്മാൻ സാഹിബ്, വി എ കബീർ സാഹിബ്, ജമീൽ, ഫൈസൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും 2 ദിവസങ്ങൾക്ക് മുമ്പ് പുൽവാമയിൽ നടന്ന ആക്രമണത്തെക്കാൾ ഉപരി അതിനുശേഷമുണ്ടായ ചില സാമൂഹ്യ ഹാൻഡിലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ നടന്ന ചില വിദ്വേഷ പ്രചരണങ്ങൾ ഒരുപക്ഷെ നമ്മളിവിടെ പരാമർശിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വിഷയമല്ലെങ്കിലും ഈ വാജ്പേയിയുടെ കാലം മുതലുള്ള സർക്കാരുകൾ ഭരിച്ചുകൊണ്ടിരിക്കെ എപ്പോഴൊക്കെ ഭരണവർഗത്തിന് ഒരു ആഭ്യന്തര പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയും അതിർത്തിയിൽ യുദ്ധങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആഭ്യന്തര തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. പ്ലീസ് കമിൻ. ഇവിടെ ഞാൻ പറയുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില വിദ്വേഷ പ്രചരണങ്ങൾ, സത്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, ഒരുപക്ഷെ സത്യം എന്താണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കി. എൻ്റെ നാട്ടിൽ എറണാകുളത്ത് എൻ്റെ വീടിൻ്റെ ഏകദേശം പരിസരത്തുള്ള ഒരാളാണ് രാമചന്ദ്രൻ എന്ന് പറയുന്ന മരിച്ച ഒരാൾ. എൻ്റെ വീട്ടിൽ വരുന്ന വേലക്കാരി വരെ അവർ മറ്റൊരു സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. അവർ വന്നു അദ്ദേഹത്തോട് പാൻ്റ് അഴിക്കാൻ പറഞ്ഞു, കലിമ ചൊല്ലാൻ പറഞ്ഞു. അതിനുശേഷമാണ് വെടിച്ചു കൊന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ നേരിട്ട് ലൈവായിട്ട് ടെലിവിഷനിൽ വന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു, എല്ലാവരും കിടന്നു. എന്നിട്ട് ഇവരെന്തോ ഒരു ഭാഷ അവർക്ക് അറിയാത്തൊരു ഹിന്ദി അല്ല എന്ന് പറഞ്ഞു, ഹിന്ദി ഇംഗ്ലീഷൊന്നുമല്ല, ഒരു ഭാഷയിൽ എന്തോ പറഞ്ഞു. അപ്പോൾ ഈ രാമദാൻ നായർ ചോദിച്ചു എന്താണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അയാളെ തലയ്ക്ക് വെടിവെച്ചു. അതിനുശേഷം അവരെ അവിടെ കൊണ്ടു നടന്ന് സഹായിച്ചത് മുഴുവൻ അവരുടെ ഡ്രൈവറായ ഒരു മുസ്ലിമും ഹോട്ടലിൻ്റെ മാനേജറായ ഒരു മുസ്ലിമുമാണ്. അവരെ പറയാം, എനിക്ക് 2 സഹോദരന്മാരെ കാശ്മീർ, എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി. അള്ളാഹു എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അള്ളാഹു അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യട്ടെ എന്നാണ്. ഇതാണ് വാസ്തവം. പക്ഷെ നടന്നത് മുഴുവൻ വളരെ നെഗറ്റീവായിട്ടുള്ള പ്രോപ്പഗാൻഡാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമുക്കറിയാം. നമ്മൾ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ചില സംജ്ഞകളുണ്ടല്ലോ. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പേടി എന്നാണ് ഫോബിയയുടെ വാക്കിൻ്റെ അർത്ഥം. പക്ഷെ വാസ്തവത്തിൽ ഇവിടെ ഇന്ന് നടക്കുന്നത്, ഒരുപക്ഷെ ലോകം മുഴുവൻ നടക്കുന്നത് തന്നെ ഇസ്ലാമിനോടുള്ള വെറുപ്പാണ്. ഈ വെറുപ്പ് എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. ഇസ്ലാം എന്തൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റാണ്, മറ്റുള്ള ആർക്കും പ്രവേശനമില്ല, ഇതിനകത്ത് എന്ത് നടക്കുന്നു, മദ്രസയിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന് വരെയാണ് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത്. മദ്രസയിൽ സ്ത്രീ പീഡനം നടക്കുന്നു, ബാലപീഡനം നടക്കുന്നു എന്നുവരെ ഈയിടക്ക് 2 ദിവസം മുമ്പ് വരെ ഞാൻ വായിച്ചതാണ്. അപ്പം അങ്ങനെ അത്യന്തം തെറ്റിദ്ധാരണജനകമായ വിദ്വേഷം പരത്തുന്ന പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും വെറുപ്പും വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാം എന്താണെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ. നമ്മൾ അധിവസിക്കുന്ന ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ അയൽവാസിയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സഹപ്രവർത്തകരും ഒക്കെ അറിയണം. പ്രത്യേകിച്ച് സർഗ വ്യവഹാരങ്ങൾ നടത്തുന്ന നമ്മുടെ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ അവരറിയേണ്ടതാണ്. അവരുടെ മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് ഇതിൻ്റെ പൊരുളെന്താണെന്ന്, ഈ തിരുവചനത്തിൻ്റെ പൊരുളെന്താണെന്ന് അറിയിക്കേണ്ട ഒരു ആവശ്യം കൂടെയുണ്ട്. ഖുർആൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരുപക്ഷെ നമ്മളല്ലാത്ത ആരെങ്കിലും ഇപ്പോൾ ഈ സദസ്സിലുണ്ടോ എന്ന് എനിക്കല്ല. 1440 പരം വർഷങ്ങൾക്ക് മുമ്പ് അവതീർണമായ ഖുർആൻ ഇന്നും ഒരു വ്യത്യാസം കൂടാതെ അതേപോലെ ലോകമൊട്ടും നിലനിൽക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് ഖുർആൻ എടുത്ത് വായിക്കാം, അവിടുത്തെ പള്ളിയിൽ കയറിയാൽ. പക്ഷേ അതിനും ഏകദേശം 600 വർഷം മുമ്പ് അവതീർണമായ ബൈബിൾ, കത്തോലിക്ക സഭയ്ക്ക് മാത്രം 73 പ്രത്യേക വ്യത്യസ്ത വേർഷൻസ് ഉണ്ട് ബൈബിളിന്. പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്ക് 66 വേർഷൻസ് ഉണ്ട് ബൈബിളിന്. എല്ലാം പരസ്പരം ബന്ധമില്ലാത്ത വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദഗ്രന്ഥങ്ങളാണ്.
മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 200-ൽ പരം ബൈബിളുണ്ട്, പരസ്പര ബന്ധമില്ലാത്ത, യാതൊരു സാമ്യവുമില്ലാത്ത. ഇന്ന് ലോകത്തിൽ ഈ 6000-ൽ പരം വചനങ്ങൾ, 140 അധ്യായങ്ങൾ, 30 വിഭാഗങ്ങൾ മുഴുവൻ മനഃപ്പാഠമാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. പകുതിയിലധികമോ അല്ലെങ്കിൽ പകുതിയെങ്കിലും മനഃപ്പാഠമാക്കിയ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഒരു സൂറ ഫാത്തിഹ എങ്കിലും മനഃപ്പാഠമാകാത്ത ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല. അപ്പോൾ അത് തന്നെയാണ് എന്തുകൊണ്ടാണ് മുസ്ലിമിനെ കുറിച്ച് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിമിന് ഒരിക്കലും അസഹിഷ്ണുവാകാൻ കഴിയില്ല. ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരിലും, അവരിലൂടെ അവതീർണമായ പ്രബോധനങ്ങളിലും, അവർക്ക് അവതീർണമായിട്ട് വേദഗ്രന്ഥങ്ങളിലും എല്ലാം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരു മുസ്ലിം പൂർണ്ണനാവുന്നുള്ളൂ. ഇസ്ലാം പൂർണ്ണമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്, പക്ഷെ തുടങ്ങിയത് ആദം നബിയുടെ കാലത്താണ്. അപ്പം നമ്മളതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയും മൂസ നബിയും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് അവതീർണമായ വേദഗ്രന്ഥങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അപൂർണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖുത്ബത്തുൽ വിദായിൽ പറഞ്ഞത്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങളെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ പൂർണ്ണമായ മതം, നമ്മളൊരു ഒരു മുസ്ലിം പൂർണ്ണനാവണമെങ്കിൽ നമ്മളിതിലെല്ലാത്തിനും വിശ്വസിക്കണം. പിന്നെ നമുക്ക് എങ്ങനെയാണ് അസഹിഷ്ണുവാകാൻ കഴിയുക? നമുക്ക് ഈസാ നബിയെ വിശ്വസിക്കണം, മൂസാ നബിയിൽ വിശ്വസിക്കണം, ഇബ്രാഹിം നബിയിൽ എല്ലാ നബിമാരിലും വിശ്വസിക്കണം, അവരിൽ അവതീർണമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം. അപ്പോഴേ നമ്മൾ പൂർണ്ണരാകുന്നുള്ളൂ. അപ്പം പിന്നെ എങ്ങനെ ഒരു മുസ്ലിമിന് അസഹിഷ്ണുവാകാൻ കഴിയും? പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ സാധാരണ പറയും, ഇപ്പോൾ ലോക സാഹചര്യത്തിൽ തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിനോടുള്ള വെറുപ്പ് ലോകവ്യാപകമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാന്തരമായിട്ട് മറ്റൊരു പ്രതിഭാസം, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതം ഇസ്ലാമാണെന്നുള്ളത്. കാരണം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ, ഒരുപക്ഷെ അതിനെ അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാനുള്ള ഉപാധികൾ, അതിനുള്ള വഴി തേടി നടക്കുന്ന ആളുകളാണ് ഖുർആൻ പഠിക്കുന്നത്. അപ്പോഴാണ് അവരുടെ ഉൾക്കണ്ണുകൾ തുറക്കുന്നത്. അവർ എല്ലാം തെറ്റിദ്ധരിച്ച കാര്യങ്ങളായിരുന്നു അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, നമ്മൾ തനിമ കലാസാഹിത്യം നിങ്ങൾക്കറിയാം, കലയിലൂടെയും സാഹിത്യത്തിലൂടെയും നന്മയും സ്നേഹവും മനുഷ്യത്വവും ഒക്കെ പ്രചരിപ്പിക്കുക, മനുഷ്യരുടെ ഹൃദയങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെ കണ്ണികൾ ചേർക്കുക എന്നുള്ള ദൗത്യവുമായിട്ട് കഴിഞ്ഞ 30 വർഷമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് തനിമ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാ ആവിഷ്കാരങ്ങളും കലയിലൂടെയും സാഹിത്യത്തിലൂടെയാണ്. ഇതുവരെ ഒരുപക്ഷെ അന്യസമുദായക്കാർക്ക് വളരെ അപൂർവമായിട്ട് മാത്രം ഇവിടെ ജമീൽ പറഞ്ഞ പോലെ ഒരു സോഴ്സായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ അവരതിനെ വളരെ അകറ്റി നിർത്തിയിരുന്ന, അത് നമ്മളെ ബാധിക്കുന്നതല്ല എന്ന രീതിയിൽ അങ്ങനെ നിർത്തിയിരുന്ന ആ ഖുർആനിനെയും ഹദീസിനെയും പൊതുസമൂഹത്തിന് കലയുടെയും സാഹിത്യത്തിൻ്റെയും മാധ്യമത്തിലൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ആത്യന്തികമായി ഈ ഒരു ശില്പശാലയുടെ ലക്ഷ്യം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇതിന് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ കിട്ടിയിട്ടുള്ളത്. കബീർ സാഹിബിനെ കുറിച്ച് ജമീൽ പറഞ്ഞു, നമ്മുടെ തനിമയുടെ ഒരു ഭാഗമാണ് അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങൾ എന്നും അഭിമാനത്തോട് മാത്രമേ അദ്ദേഹത്തിൻ്റെ പേര് പറയുള്ളൂ. ഡോക്ടർ അബ്ദുറഹിമാൻ സാഹിബ് ഈ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ വകുപ്പ് അധ്യക്ഷനാണ്. അതുകൂടാതെ വലിയൊരു നിര പ്രാസംഗികരുണ്ട്. എല്ലാവരും വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിച്ചിട്ട ആളുകളുടെ നമ്മുടെ ഷമീമുണ്ട്. ഷമീം സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും സിനിമയെയും ഖുർആനെ കുറിച്ചാണ്. നിങ്ങൾ വിചാരിക്കും സിനിമയിൽ എന്താണ്, ഖുർആൻ എന്താണ് സിനിമ എന്നുള്ളത്. ഖുർആൻ ഒരു ചരിത്രഗ്രന്ഥമാണ്, ഒരു കഥാഗ്രന്ഥമാണ്, ഒരു മാർഗദർശനമാണ്, താക്കീതാണ്. ഞാൻ പറയുന്നത് അതൊരു തിരക്കഥയും കൂടിയാണ്. അതിലെ പല വിഷയങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ഒരു ദൃശ്യം നമ്മൾ കാണുന്നത് പോലെ വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറ കഹ്ഫിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് കഥകളുണ്ട്. അതിൽ ഗുഹാനിവാസികളായ ചെറുപ്പക്കാരുടെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അവരുടെ ഒരു പട്ടി അവരോടൊപ്പം അവിടെ കിടക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ വളരെ ഗ്രാഫിക്കായിട്ടുള്ളൊരു ചിത്രം ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുൻകാലുകൾ മുന്നോട്ട് വെച്ച് ഇങ്ങനെ മുട്ട് മുതൽ പഞ്ച വരെയുള്ള ഇങ്ങനെ വെച്ചുകൊണ്ടാണ് പട്ടി കിടക്കുന്നത് എന്ന് വളരെ വിവിഡായിട്ടുള്ള ഗ്രാഫിക്കായിട്ടുള്ള ഒരു ചിത്രമുണ്ട്.
അതുകൊണ്ടാണ് നമ്മുടെ അറിവുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സുജൂദ് ചെയ്യുമ്പോൾ പട്ടി കിടക്കുന്നത് പോലെ ഇങ്ങനെ കൈവെക്കരുത്. കൈമുട്ട് ഒരിക്കലും നിലത്ത് സ്പർശിക്കാതെ ഉയർത്തി വെക്കണം, അല്ലെങ്കിൽ അത് പട്ടിയുടെ കിടപ്പിന് തുല്യമായി പോകും. ഈ വക കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നും ആയില്ല. ആ പട്ടിയുടെ കിടപ്പിനെ കാണുമ്പോൾ നമ്മൾ സുജൂദിൽ പോകുമ്പോൾ ഉടനെ നമ്മളത് ഓർക്കും. ഇതുപോലെ ഒരുപാട് ഇതിൽ തന്നെയുണ്ട്, സൂറക്കഹ്ഫിൽ തന്നെ ധാരാളമുണ്ട്. അതൊന്നും ഞാൻ അതിൽ കിടക്കുന്നില്ല. അതൊക്കെ വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഏതായാലും നമുക്ക് ഒരുപക്ഷെ ജമീൽ പറഞ്ഞ പോലെ തന്നെ തനിമ ഇതേവരെ കഴിഞ്ഞ 30 വർഷങ്ങൾക്കുള്ളിൽ തനിമ ഏറ്റെടുത്തിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്, സാംസ്കാരിക സഞ്ചാരം ഉൾപ്പെടെയുള്ള പരിപാടികൾ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണ് ഖുറാനെയും ഹദീസിനെയും നമ്മളൊരു ശില്പശാലയിൽ ഇതുപോലെ ഒരു വിഷയമാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഗത്ഭരായ വ്യക്തികളെ ഇവിടെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത്. ഈ ഒരു അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതൊരു തുടക്കമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ. നമ്മളിൽ നിന്നും അല്ലെങ്കിൽ ഈ ഹാളിൽ നിന്നും ഇതിൻ്റെ എനർജി നമ്മുടെ സാഹിത്യ കലാ മേഖലകളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വതയോടെ പകരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.